ഹലോ, ഇന്ന് ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ ചുമ്മാ കുറച്ച് ചേമ്പൊക്കെ ഇങ്ങനെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയി. അത് വന്നപ്പോഴത്തേന് അതൊക്കെ ഇലയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇപ്പം ഏകദേശമൊക്കെ 1 വർഷമായി. അപ്പോൾ നമ്മൾ വളമൊന്നും ചെയ്തിട്ടില്ല, വെറുതെ ചെയ്തതാണ്. അപ്പം ഞാൻ അത് നോക്കിയപ്പം 3-4 എണ്ണം ഉണ്ട്. അതിനകത്തു നിന്ന് കിട്ടിയതാണ് ഇപ്പം കണ്ട കിഴങ്ങുകൾ. പിന്നെ ഞാൻ ഓർത്തു വലിയ കുഴപ്പമില്ല, നമ്മളൊന്നും ചെയ്യാതെ ഉണ്ടായതല്ലേ. പിന്നെ ഞാൻ അതിൻ്റെ കുറച്ച് ഇലകളെടുത്ത്, കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കിയല്ലേ, അപ്പോൾ അതെടുത്ത് തോരൻ വെക്കാമെന്ന് ഓർത്ത് ഞാൻ തോരന് വേണ്ടി അരിയുകയാണ്. ഇപ്പോൾ ഇപ്രാവശ്യം ഞാൻ തീരുമാനിച്ചേക്കുന്നത് ആക്ച്വലി എങ്ങനെ കൃഷി ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമുക്കാവുന്നത് പോലൊക്കെ ചെയ്ത് നോക്കാം. പണ്ട് എൻ്റെ അമ്മ ഇവിടെ ഉള്ള സമയത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് ലൂബി, പേരയ്ക്ക, പേരമരം, കറിവേപ്പ്, ഇതെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മളും വലിയ പ്രയത്നമൊന്നും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത്, ഞാൻ ആ വീഡിയോ സെപ്പറേറ്റ് ഇടാം ഇനി എന്താ ചെയ്യാൻ പോകുന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കാണെങ്കിൽ അവർക്ക് വെജിറ്റബിളൊന്നും ഇഷ്ടമല്ല. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കിയത്, കാരണം നമ്മൾ ആ വാത്സല്യത്തോടെ ഉണ്ടാക്കിയ ആ കൃഷിയുടെ ആ ഇലകളൊക്കെ എടുത്ത് കറി വെക്കുമ്പോൾ അവർക്ക് ഇഷ്ടമായിരിക്കും. അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ അരിഞ്ഞതിനകത്ത് കുറച്ച് വലിയ പീസുകളൊക്കെ ഉണ്ട്, അത് ഞാൻ ലേറ്റ് ചെയ്തോളാം. പിന്നെ നമുക്കിതിൽ അരിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു സവോള ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇതുപോലെ എളുപ്പമുണ്ട്, ഇത് കുഞ്ഞ് വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ ഈ വെട്ടിരുമ്പ് കൊണ്ട് അതിങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഞാൻ അതിനകത്ത് കഴുകിയിട്ടിടുവാണ്. പിന്നെ 2 പച്ചമുളക് ആഡ് ചെയ്യത്തുള്ളൂ, കാരണം പിള്ളേർക്ക് പച്ചമുളക് എരിവ് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനും അതുപോലെ തന്നെയാണ്. ഇനി നമുക്കൊരു തേങ്ങ പൊതിച്ച് അത് പൊട്ടിച്ച് ചിരണ്ടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഒരു മുറി തേങ്ങ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ഇതെല്ലാം നമ്മുടെ സ്ഥലത്തു നിന്നുള്ള തേങ്ങ, ഇതെല്ലാം അപ്പം നമ്മുടെ സ്വന്തമായിട്ടുള്ള ആകുമ്പോൾ നമ്മുടെ എഫേർട്ടിനകത്ത് നിന്ന് വരുമ്പം നമുക്ക് അത്രത്തോളം ഹാപ്പിയല്ലേ. പിന്നെ ഈ ചേമ്പ്, വാഴയൊക്കെ നടുമ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ചിലപ്പോൾ ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഡ്രൈനസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാനൊന്നും ഇവിടെ ആൾ കാണത്തില്ല. അപ്പം അങ്ങനെയൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന എന്താണ് ഏത് സീഡാണുള്ളതെന്ന് ആരെങ്കിലും അറിയാവുന്നവർ എനിക്ക് പറഞ്ഞു തരണം. ഇനി നമ്മളിതെല്ലാം അരിഞ്ഞ് പാകമാക്കിയതിന് ശേഷം ഞാനതെല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത് തിരുമ്മി നന്നായിട്ടാക്കി വെക്കും. പിന്നെ പാൻ വെച്ചിട്ട് എണ്ണയൊഴിച്ച് കടുകും പൊട്ടിച്ച് ഉള്ളി അരിഞ്ഞിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ച ആ ചേമ്പിൻ്റെ ഇല അതിനകത്തിടുവാണ്. അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് പോലും ആവശ്യമില്ല, വേവിച്ചു. പിന്നെ അതിന് ശേഷം ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് സെറ്റാക്കി ഇപ്പോൾ വെന്ത് വന്നു.